സംസ്ഥാനത്ത് അങ്കണവാടി കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാനുള്ള പ്രഖ്യാപനം നടപ്പായില്ല. മെനു പരിഷ്കരിച്ച് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപനം നടത്തി 2 മാസം കടന്നുപോയി. പക്ഷേ കുട്ടികൾക്ക് ബിരിയാണി ഇനിയും ലഭിച്ചിട്ടില്ല. നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഫണ്ട് മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്ന് അധ്യാപകരും പറയുന്നു. ശംഖുവിന്റെ അഭ്യർത്ഥന പ്രകാരം എല്ലാ അംഗൻവാടികളിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നുവരെ നമ്മുടെ അംഗൻവാടികളൊന്നും ഇത് പ്രാവർത്തികമായിട്ടില്ല. ഇത് പത്രവാർത്തയും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ രക്ഷകർത്താക്കളും വന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുപേര് ഇത് കാണുന്നവരാണ്. പിന്നെ രക്ഷകർത്താക്കൾ ചോദിക്കുമ്പോൾ അവരും പറയും ഞങ്ങൾക്ക് ബിരിയാണി വേണം. പക്ഷെ ഞങ്ങള് ഈ അംഗൻവാടി ടീച്ചർമാര് എന്ത് ചെയ്യാനാ? മെനു പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ നമ്മൾക്ക് അതിന് വേണ്ടി ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഒരു കുട്ടിക്ക് 5 രൂപയാണ് കിട്ടുന്നത്. അത് മുൻപേ അങ്ങനെ തന്നെയായിരുന്നു. ഇതിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇപ്പം തന്നെ കഴിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ശമ്പളത്തിന് മിക്കവാറും ഞങ്ങൾക്ക് ആടെ ചെലവഴിക്കാനേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി, കൊഴക്കട്ട, പിന്നെ പുലാവ്, പിന്നെ തേങ്ങാ വെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ എടുത്ത് കൊടുക്കുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ശംഖു ഉൾപ്പെടെയുള്ള കുട്ടികൾ ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ശംഖുവിനെ ഓർമ്മയുണ്ടല്ലോ, ശംഖുവാണ് ഇതിൽ താരമായത്. റിനു ശ്രീധർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. തിരുവനന്തപുരം റിനു, മന്ത്രി ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? കാര്യം വീണ ജോർജ് നമ്മുടെ ചാനലിലും പറഞ്ഞതാണ് ശംഖു ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ബിരിയാണി കിട്ടാൻ പോകുന്നുവെന്ന്. ഗുഡ് മോർണിംഗ് SKN. ശംഖുവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വനിതാ ശിശു വികസന ചുമതലയുള്ള മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അംഗനവാടിയിൽ ഏകീകൃത മെനു പരിഷ്കരിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയത്. മുട്ട ബിരിയാണി ഉൾപ്പെടെ കുട്ടികൾക്ക് നൽകും എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ചോറ് ഉച്ചയ്ക്ക് നൽകും, അതുപോലെ തന്നെ പുലാവ്, പിടി ഉൾപ്പെടെയുള്ള, കൊഴുക്കട്ട ഉൾപ്പെടെയുള്ള, ഇലയട ഉൾപ്പെടെയുള്ള ഭക്ഷണ വസ്തുക്കൾ നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം നടത്തി 2 മാസങ്ങൾ പിന്നിടുന്നു. പക്ഷേ അംഗനവാടികൾ ഇതുവരെയും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബിരിയാണിയോ നൽകാനായിട്ടില്ല എന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ, അത് ഈ മന്ത്രി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ മെനു പരിഷ്കരണം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രാദേശിക മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു അംഗനവാടികളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫണ്ട് എത്തിയിട്ടില്ല. കുട്ടികൾക്ക് ഈ മന്ത്രി പ്രഖ്യാപിച്ച് 2 മാസത്തിനു ശേഷവും നിലവിൽ ഇപ്പോൾ ഈ ബിരിയാണി നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ അധ്യാപകർക്ക്, അതായത് ഈ സ്കൂളിലെ, അതായത് അംഗൻവാടിയിലെ ആയമാർക്ക് ഉൾപ്പെടെ ഒരു പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്. ആ പരിശീലനം നടത്തിയതിനു ശേഷം ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ അനുവദിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 2 മാസം പിന്നിട്ടിട്ടും ഒരു രീതിയിലുള്ള ഉത്തരവ് പോലും ഉദ്യോഗ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നത്. അംഗനവാടി ടീച്ചർമാർ പറയുന്നത് 5 രൂപയാണ് ഞങ്ങൾക്ക് ഒരു കുട്ടിക്ക് തലയെണ്ണി നൽകുന്നത്. ഈ 5 രൂപയ്ക്ക് എങ്ങനെയാണ് ബിരിയാണിയും മറ്റ് ഉൽപ്പന്നങ്ങളും നൽകാൻ കഴിയുക എന്നുള്ളതാണ്. നിലവിൽ തന്നെ ഇത് ഭാരിച്ച ചിലവാണ്. ഈ 5 രൂപ മാത്രമാണ് നൽകുന്നത്. ഇതിൽ പലവിധ ചിലവുണ്ട്. പച്ചക്കറി വാങ്ങണം, വിറക് വാങ്ങണം, ഗ്യാസിന് നൽകണം, ഇങ്ങനെ പലവിധ ചിലവുണ്ട്. ഈ പണം പോലും കൃത്യമായി നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന കാശിൽ നിന്നാണ് ഈ പണമെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ തുകയെല്ലാം മുടക്കിയാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഈ മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഈ വാർത്ത കണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും എന്തുകൊണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ബിരിയാണി നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യവുമായി അംഗനവാടികൾ എത്താറുണ്ട് എന്നുള്ളതാണ് അധ്യാപകരും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം നടക്കും. ഈ പരിശീലനത്തിന് ശേഷം അടിയന്തരമായി തന്നെ ബിരിയാണി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീധരാണ് നമ്മോട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.